ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂൺ മാസ ഫലമാണ്. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ക്ലേശങ്ങളും രോഗാദി ദുരിതങ്ങളും കടങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം വലയുന്ന ഒരു വലിയ ജനാവലിയുണ്ട്. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ധാരാളം ആൾക്കാരും ഉണ്ട്. മീനം രാശിക്കാർക്ക് ഏഴര ശനി ജന്മത്തിൽ അനുഭവിക്കുന്ന കാലമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. അതായത് പണം കടം വാങ്ങുന്നിടത്തും കൊടുക്കുന്നിടത്തും, അതുപോലെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വീട്ടമ്മമാരായിരിക്കുന്നവർ വീട്ടിലാണല്ലോ സുഖമാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അവിടെ ഗ്യാസ് പെട്രോളിയം ഉൽപ്പന്നമാണ്, അത് സ്ഫോടക വസ്തുവാണ്. അതൊക്കെ വെച്ച് പാചകം ചെയ്യുമ്പോഴും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വാഹനം കൈകാര്യം ചെയ്യുന്നവർ, അതായത് ഡ്രൈവർമാർ മാത്രമല്ല, എല്ലാ വീട്ടിലും വാഹനങ്ങളുണ്ട്. ഇരുചക്ര വാഹനങ്ങളായാലും 3 ചക്രമുള്ളതായാലും 4 ചക്രമുള്ളതായാലും ഒക്കെ അസമയത്ത് യാത്ര ചെയ്യുന്നതും സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്താൽ, അങ്ങനെയൊക്കെ ചെയ്താൽ വളരെയധികം കഷ്ടങ്ങളിലേക്കോ നിയമ തടസ്സങ്ങളിൽ നിയമപ്രശ്നങ്ങളിലേക്കും കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും ജയിൽവാസം അനുഭവിക്കുന്നതിനും ഒക്കെ സൂചനയുള്ള ഒരു അതീവ ദുഃഖ ദുരിതമുള്ള കാലമാണ്. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. വ്യാഴത്തിന്റെ മാറ്റം, അത് രാശിയാധിപനും തൊഴിൽ സ്ഥാനാധിപനും കൂടി ആയിരിക്കുന്ന ആ വ്യാഴം മധ്യമമായ ഫലത്തെ തരുന്ന രീതിയിൽ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് വളരെ പ്രയോജനകരമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ഒരു പരിധി വരെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് രാഹുവിന്റെ മാറ്റവും വളരെ അനുകൂലമാണ്. ശനിയുടെ ദോഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ ജാതകം ചെക്ക് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് പരിഹാരം തേടാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ മീനം രാശിക്കാർ പൂർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ഭാവത്തിലേക്ക് ശനി ബന്ധം ഉള്ളതിനാൽ പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ സൂചകമാണ്, അകൽച്ചകൾ സൂചകമാണ്. അതൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, മാനസികമായിട്ടും ഒക്കെ. അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കളാണ് വിവാഹം ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ കുറെ നാളുകളായി വിവാഹം ആലോചിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ ശനിയുടെ തടസ്സം മൂലം സൂചകമാണ്. ആയതിനാൽ വിട്ടുവീഴ്ചയോടുകൂടി വേണം ഏത് കാര്യത്തെയും സമീപിച്ച് വിവാഹമൊക്കെ വന്ന് വാക്കാകുന്നതിന്, പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും നടക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം ആരംഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ജൂൺ മാസം. ഒരു ഭൂമി വന്നു ചേരുവാനോ വാഹനം വന്നു ചേരുവാനോ ഒക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനീയരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ ഒരു സഹായം കിട്ടുന്ന ഒരു നല്ല സമയവും കൂടിയാണ്. തൊഴിൽ സ്ഥാനത്ത് വിജയങ്ങൾ വന്നു ചേരും. അതായത് ദീർഘനാളുകളായിട്ട് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടിയവർ, ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ജീവിത ഉപാധി കണ്ടെത്തി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും വരുന്നതിനും സൂചനയുണ്ട്. മറ്റൊരു കാര്യം അതിപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ വളർന്നു വരാതെ ശ്രദ്ധിക്കണം. വാക്ക് തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. കൂടാതെ കടങ്ങൾ വർദ്ധിക്കാതെ നോക്കണം. ഏതെങ്കിലും ലാഭം കിട്ടും അല്ലെങ്കിൽ നേട്ടമുണ്ടാവും എന്ന് വിചാരിച്ച് ഒരു തരത്തിലുമുള്ള കടങ്ങൾ എടുക്കുവാൻ പറ്റിയ ഒരു സമയമല്ല. അത് ജാമ്യം നിൽക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കണം. കൂടാതെ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാനും പാടില്ല. മറ്റുള്ളവരെ സഹായിക്കാം,
സാരമില്ല എന്ന് വിചാരിച്ചൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ജാമ്യം നിൽക്കുന്നത് എങ്കിൽ പോലും അത് നിങ്ങൾ തന്നെ അത് ദുഃഖം വലിച്ചു വെക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു പ്രധാന കാര്യം വിദേശത്ത് പോകുന്ന കാര്യമാണ്. വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും അധിക ദോഷങ്ങൾ ഏഴരശനിയൊന്നും ബാധകമല്ല. എന്നിരുന്നാലും വളരെ ജാഗ്രത വേണം. സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ പുരോഗതിയും വന്നു ചേരുന്ന മാസമാണ് ജൂൺ മാസം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ജൂൺ മാസത്തിലെ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാന കാര്യം. ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ വളരെ അതീവ ജാഗ്രത ആവശ്യവുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ദോഷങ്ങളൊക്കെ മാറി, ക്ലേശങ്ങളൊക്കെ മാറി പുരോഗതി കൈവരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.